നമസ്കാരം. ഡിവൈൻ തോട്ട്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാമം ജപിക്കുന്ന സമയത്ത് കോട്ടുവ വരുന്നത് പലർക്കും സംശയമാണല്ലേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ കോട്ടുവ വരുന്നത്? കോട്ടുവ വരുമ്പോൾ എന്തെങ്കിലും ദോഷമുണ്ടായിട്ടാണോ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കോട്ടുവ വരുന്നത് എന്നൊക്കെ പലർക്കും സംശയങ്ങളുണ്ടാവാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറയുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ജലം, വായു, ആകാശം, അഗ്നി, ഭൂമി എന്നിവയാണ് പഞ്ചഭൂതങ്ങൾ. നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവ് വളരെ ദിവ്യത്വമുള്ളതാണ്. ഈ ആത്മാവ് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരത്തെ വാഹനമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രകൃതിയിൽ നിന്നാണ് നമ്മളെല്ലാവരും ഉണ്ടായത്. അതുകൊണ്ട് ഈ ആത്മാവ് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. നമ്മുടെ ശരീരത്തിൽ നാശമില്ലാത്ത, അതായത് നശിക്കാത്തതായിട്ട് ആത്മാവ് മാത്രമേ ഉള്ളൂ. നാം മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ഈ പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേരുന്നു. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ മഹാശക്തിയുടെ ഒരു ഉറവിടമാണ്. ആ മഹാശക്തി എന്ന് പറഞ്ഞാൽ അത് ഈശ്വരനുമാകുകയാണ്. അതായത് ഈശ്വരനിലേക്കാണ് ആത്മാവ് അലിഞ്ഞു ചേരുന്നത്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ ഇഷ്ട ദൈവങ്ങളെ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന ഒരുപോലെ ആയിരിക്കില്ല. കുറച്ച് നേരം പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഉറക്കെ നാമം ജപിക്കുന്നവരുണ്ട്, കൂടുതൽ സമയം മൗനമായിട്ട് ധ്യാനിക്കുന്നവരുണ്ട്. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ കൈകാലുകളൊന്നും അനങ്ങാതെ നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ ശരീരത്തിന് ചെറിയ ക്ഷീണം വരാൻ സാധ്യതയുണ്ട്. ആ ക്ഷീണത്തിൻ്റെ ഭാഗമായിട്ടാണ് കോട്ടുവ വരുന്നത്. നമ്മൾ ഈശ്വരനിലേക്ക് അടുക്കുമ്പോൾ ദുഷ്ടശക്തി അതിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് കോട്ടുവ. ഇങ്ങനെ കോട്ടുവ വരുമ്പോൾ മനസ്സിലാക്കണം, ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേട്ടു, അല്ലെങ്കിൽ ഭഗവാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ഫലിക്കാൻ അധികം കാലതാമസമില്ല എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം നമ്മൾ ഭഗവാനിലേക്ക് അടുക്കുമ്പോഴാണ് ഈ ദുഷ്ടശക്തികൾ നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നത്. അതുകൊണ്ടാണല്ലോ കോട്ടുവ വരുന്നതുമല്ല. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം മറികടന്ന് ഭഗവാനിലേക്ക് അടുക്കുക. കാര്യം കോട്ടുവ വരുമ്പോൾ അത് നമ്മൾ മാറുന്നതിനായിട്ട് നമ്മളുടെ ശരീരം അനങ്ങാതിരിക്കുന്നത് കൊണ്ടിട്ടാണ് ആ കോട്ടുവ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വിളക്ക് തെളിയിച്ചുകൊണ്ടാണ് നാമം ജപിക്കുന്നതെങ്കിൽ ആ വിളക്കിൽ ചെറുതായിട്ടൊന്ന് എണ്ണ പകർന്നു കൊടുക്കാം. അതിൻ്റെ തിരി നേരെയാക്കി അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് അങ്ങനെ നമ്മൾ ആ ഒരു ക്ഷീണം ഇല്ലാതാക്കുക. അതിലോട്ട് ആ ഒരു ഉറക്കം കോട്ടുവായിലേക്ക് നമുക്ക് പോവാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, നമ്മൾ അത്രയും ഭഗവാനിലേക്ക് അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരാറുണ്ട്. അത് അത്രയും ഭഗവാനിലേക്ക് അടുക്കുന്നത് കൊണ്ടിട്ടാണ് നമുക്ക് ആ ഒരു കരച്ചിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തടസ്സങ്ങളുടെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ, വിളക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും പുറത്തുനിന്ന് വന്ന് കോളിംഗ് ബെൽ അടിക്കുക, ഇല്ലെങ്കിൽ ഫോണിലൂടെ ആരെങ്കിലും വിളിക്കുക. അപ്പം നമ്മൾ ആ നാമം ജപിക്കുന്നതിൻ്റെ ഇടയിലൊരു തടസ്സം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള സമയത്തെല്ലാം അതിൻ്റെ അർത്ഥം നമ്മൾ ഭഗവാനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കാനായിട്ട് ദുഷ്ടശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതെല്ലാം നമ്മൾ മറികടന്ന് ഭഗവാനിലേക്ക് അടുക്കുക. എത്രയെല്ലാം ഫോൺ ബെല്ലടിച്ചാലും അത്യാവശ്യമില്ലാത്ത ഫോണാണെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. അതുപോലെ തന്നെ പുറത്ത് ആരെങ്കിലും കോളിംഗ് ബെൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യമില്ലാത്തവരാണെങ്കിൽ അവരവിടെ നിന്നോട്ടെ. നമ്മളുടെ നാമജപം പൂർത്തിയായതിനു ശേഷം മാത്രം നമ്മൾ എഴുന്നേൽക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനകൾ എളുപ്പം ഫലിക്കട്ടെ. നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.